നമുക്ക് മലയാളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഉദാഹരണത്തിന് എന്ന് പറയുന്നത് ഈയിടെ എന്നൊക്കെ പറയും. ഈയിടെ എന്ന് പറയുമ്പോൾ റീസൺലി എന്നാണ് പറയുക. റീസൺലി എന്ന് പറയുന്ന ഈ അടുത്ത് എന്നുള്ള അർത്ഥമൊക്കെ വരുന്നതാണ്. ഈയിടെ എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം. ഒട്ടും വൈകാതെ എന്നൊക്കെ പറയും. ബിഫോർ ലോങ്. ബിഫോർ ലോങ് എന്ന് പറയുമ്പോൾ ഒട്ടും വൈകാതെ എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അല്പനേരം മുമ്പ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എ ഷോർട്ട് വൈൽ എഗോ എന്നുള്ള വാക്കാണ് വരിക. എ ഷോർട്ട് വൈൽ എഗോ വെച്ചാൽ അല്പ നേരം മുമ്പ് എന്നുള്ളതാണ് അർത്ഥം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നരാടം, ഇടവിട്ട് എന്നൊക്കെ പറയുമല്ലോ, അതിനുള്ള വാക്കാണെന്ന് പറയുന്നത് എവ്രി അതർ ഡേ എന്ന് പറയും. എവ്രി അതർ ഡേ എന്ന് പറയുമ്പോൾ ഇടവിട്ട് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഒന്നരാടൻ എന്നുള്ളൊരു അർത്ഥമാണ് എന്ന് പറയുന്നത് ലഭിക്കുന്നത് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം. പണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ലോങ് എഗോ എന്ന് പറയും. ലോങ് എഗോ എന്ന് പറയുമ്പോൾ പണ്ട് എന്നുള്ള അർത്ഥമാണ് ലഭിക്കുക. ഈ രീതിയിലുള്ള വാക്കുകൾ കൃത്യമായിട്ട് പഠിക്കുക, സംസാരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ രീതിയിലുള്ള ഇംഗ്ലീഷ് ടിപ്സിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.